ഒരു കാരണവശാലും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കിഡിലൻ സൂപ്പർ കിഡോൾസ്കി സ്പോട്ടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ടോട്ടലി ഒരു സാറ്റിസ്ഫൈയിങ് എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സ്പോട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളത് പലർക്കും അറിയാത്ത ഒരു രഹസ്യമാണ്. നിങ്ങളിവിടെ ഇതുവരെ പോയിട്ടില്ല, എക്സ്പീരിയൻസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ പോകാൻ നോക്കുക. കാരണം ഈ ഒരു മാസം ഒക്ടോബർ അവസാനത്തോടുകൂടെ അല്ലെങ്കിൽ നവംബർ ഒരു പകുതിയോടുകൂടെ മാത്രമേ നമുക്ക് ഈ ഒരു ആമ്പൽ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ആമ്പൽ പാടം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതോടുകൂടി ഈ ആമ്പലുകളൊക്കെ ഈ പാടത്ത് നിന്ന് അപ്രത്യക്ഷമാകും. ലൊക്കേഷൻ വരുന്നത് മലരിക്കലാണ്. മലരിക്കൽ ടൂറിസം എന്ന പേരിലാണ് ഇതിപ്പോൾ അറിയപ്പെടുന്നത്. നമ്മുടെ കോട്ടയത്ത് നിന്ന് 8-10 കിലോമീറ്റർ മാത്രം ദൂരമേ ഈ ഒരു ലൊക്കേഷനിലേക്കുള്ളൂ. ഇവിടെ നിങ്ങൾ വരേണ്ടത് അതിരാവിലെയാണ്. ഒരു 6 മണി മുതലൊക്കെ നമ്മുടെ ഇവിടെ ബോട്ട് സർവീസുകൾ ആരംഭിക്കുന്നുണ്ട്. ഒരു 10-10:30 കൂടി ഈ പൂക്കളൊക്കെ വാടി തുടങ്ങും. നമ്മൾ എത്തിയപ്പോൾ ഏകദേശം 9:45 ആയി. അതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ വാടി തുടങ്ങുന്ന അവസ്ഥയാണ്. റോഡ് സൈഡിൽ നിന്നാൽ പോലും നമുക്കിങ്ങനെ ആമ്പലുകളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കുമെന്നുണ്ടെങ്കിലും നമ്മൾ ആ ബോട്ട് എടുത്ത് ഒരു അരമണിക്കൂറോളം ബോട്ട് ഓടിച്ച് അങ്ങ് നടുക്ക് ആമ്പൽ പാടത്തിന് നടുക്ക് എത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു സാറ്റിസ്ഫൈയിങ് എക്സ്പീരിയൻസ് ലഭിക്കുന്നത്. ഞങ്ങൾ ചെന്ന സമയത്ത് ഒരു ബോട്ട് സർവീസിന് ഞങ്ങൾ 2 പേർക്ക് 1000 രൂപയൊക്കെയാണ് ചോദിച്ചത് എന്നുണ്ടെങ്കിലും നമ്മൾ വില പേശി അതൊരു 750 രൂപയ്ക്ക് ഒപ്പിച്ചെടുത്തു. പൊതുവെ ഒരുപാട് പേര് റീൽസ് എടുക്കാനും ഇത്തരം വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയാണ് ഈ ബോട്ട് സർവീസ് ഉപയോഗപ്പെടുത്തുന്നത്. മാത്രമല്ല കുട്ടികളൊക്കെ ഉണ്ട്, ഫാമിലി ആയിട്ടൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ഇത്തരം ആമ്പൽ പാടങ്ങളൊന്നും ആരും ഇതുവരെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. നമുക്ക് കൈ നീട്ടി നമുക്ക് ആവശ്യമുള്ളത്ര ആമ്പലുകളൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കാൻ സാധിക്കുന്നതും ഒരു ഗംഭീര സംഭവം തന്നെയാണ്. നമ്മുടെ ബോട്ടിൻ്റെ അമരക്കാരൻ ചേട്ടൻ നമ്മൾ ആവശ്യമുള്ള അത്രയും സമയം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ അനുവദിച്ചതും നമ്മൾ പറഞ്ഞ സ്പോട്ടിലേക്കൊക്കെ ഞങ്ങളെ കൊണ്ടു നടന്നതും ഞങ്ങൾക്ക് ഒരു ഗംഭീര അനുഭവമായി തന്നെ തോന്നി. എനിക്ക് ഈ പൂക്കൾ കാണുന്നതിനേക്കാൾ ഉപരി മറ്റൊരു ഗംഭീര ഒരു അനുഭവം തോന്നിയത് അങ്ങ് കണ്ണെത്താ ദൂരത്ത് ഈ ആമ്പൽ പാടവും ആകാശവും മെർജ് ചെയ്ത് നിൽക്കുന്ന ഒരു ഗംഭീര വിഷ്വല് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. നമ്മൾ പൊതുവെ മേഘം ഇത്രയും താഴെ ഇറങ്ങി നിൽക്കുന്ന പോലെ ഉള്ള ഒരു കാഴ്ച നമ്മുടെ നാട്ടിൽ കാണുന്നത് വളരെ അപൂർവമാണ്. ചില ഷോട്ടൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഇത് നാട് തന്നെയാണോടാ അതോ നമ്മൾ ഏതോ വിദേശ രാജ്യത്താണോ എന്ന് പോലും ഒരു നിമിഷത്തേക്ക് ഒന്ന് ചിന്തിച്ചു പോകും. ഇത് കാണുമ്പോൾ ആമ്പലല്ല താമരയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവരും ഉണ്ട്. നമുക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും പൂക്കൾ പറിക്കാം, അത് വെച്ച് മാലയുണ്ടാക്കാം, നമ്മുടെ എല്ലാവിധ കരവിരുതുകളും നമുക്ക് ഇത് വെച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിരാവിലെ അല്ലാതെ ഒരല്പം വൈകി പോകുന്നവരോട് പറയാനുള്ളത് കൊടയെടുത്താൽ വെയിൽ കൊള്ളാതെ രക്ഷപ്പെടും എന്ന് മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ, ഫോളോ ചെയ്യാത്ത സുഹൃത്തുക്കൾ നമ്മളെ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിന് മനോഹരമായ മറ്റൊരു വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.